ദൈവത്തിലുള്ള വിശ്വാസമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യം. ആർക്കാഴമേറിയ ദൈവവിശ്വാസമുണ്ടോ അവർ പരാജയങ്ങളെ ജയിച്ചിരിക്കും, സാഹചര്യങ്ങളെ ജയിച്ചിരിക്കും. അവർ ശക്തിയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരുന്നപ്പം കർത്താവ് പഠിപ്പിച്ചൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ തിരുവചന ധ്യാനം ആരംഭിക്കാൻ പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. യേശുക്രിസ്തു നിന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാൻ പാടില്ല. മനുഷ്യ ജീവിതത്തിൽ കലങ്ങിമറിഞ്ഞ ഹൃദയവുമായി നടക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. സ്വസ്ഥതയില്ലാത്ത ഹൃദയം, സമാധാനമില്ലാത്ത ഹൃദയം. ഒരിക്കൽ യേശു മാർത്തയുടെയും മറിയയുടെയും ലാസറിന്റെയും വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയിട്ട് ആ വീടിനോട് കർത്താവ് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങുന്നത് എന്തിനാ? ദൈവം എക്കാലവും മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നെ സ്വീകരിച്ച നിന്റെ എല്ലാ കാര്യവും ഞാൻ നടത്തി തരുമല്ലോ, നിന്നെ അത്ഭുതകരമായി ഞാൻ നടത്താമല്ലോ, പിന്നെന്തിനാണ് പലതിനെ ചൊല്ലി നീ ഇങ്ങനെ വിചാരപ്പെട്ട് നിന്റെ മനസ്സ് അസ്വസ്ഥമാകുന്നത്? സങ്കീർത്തനക്കാരൻ തന്നോട് തന്നെ പറയുന്ന ഒരു ഭാഗമുണ്ട്, എന്റെ മനസ്സെ നീ ഒന്ന് സ്വസ്ഥമായിരിക്കും. ഈ ദിവസങ്ങളിൽ കലങ്ങി മറിഞ്ഞ മനസ്സുമായി ഹൃദയം കലങ്ങിയിരിക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് കാണുക. ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസം നിന്റെ ജീവിത സാഹചര്യങ്ങൾക്ക് വലിയ മാറ്റം തരും. നിങ്ങൾ ഒന്ന് മാത്രം ചെയ്യുക, ആഴമായി ദൈവത്തെ വിശ്വസിക്കുക. നിങ്ങളുടെ മുഴുവൻ കാര്യവും ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കുക. ഇങ്ങനെ ഹൃദയം കലങ്ങി മനസ്സ് വ്യസനപ്പെട്ട് വേദനപ്പെട്ട് നടക്കാതെ എൻ്റെ കാര്യം കർത്താവ് നടത്തും എന്നുള്ള ആഴമേറിയ വിശ്വാസം നിങ്ങൾ ഇന്ന് അരക്കിട്ട് ഉറപ്പിച്ച് ഒന്നിച്ചു പറയണം, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കും, അതുകൊണ്ട് ഞാൻ കലങ്ങത്തില്ല, അതുകൊണ്ട് ഞാൻ പതറത്തില്ല, അതുകൊണ്ട് ഞാൻ പരാജയപ്പെടത്തില്ല. ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. കാണുന്നത് താൽക്കാലികം, പക്ഷെ കാണാത്തത് നിത്യം. കാണാത്തതിനെ അത്രേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്കൊന്നിച്ചു പറയാം, കലങ്ങാത്തൊരു ഹൃദയത്തിനുടമയായി, ക്രിസ്തു വസിക്കുന്ന ഹൃദയമായി, ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് സ്വസ്ഥകരമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോകാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഹൃദയം കലങ്ങി വേദനപ്പെട്ട് അസ്വസ്ഥമായി എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എല്ലാറ്റിനും പ്രാർത്ഥിക്കാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിൽ വിശ്വസിക്കുക, യേശു പ്രവർത്തിക്കും. ഗോഡ് ബ്ലെസ് യു.